ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സരിത ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും 1,90,00,000 രൂപയും 40 ലക്ഷം രൂപയും വാങ്ങിയെന്നത്. നമുക്കറിയാം, 1-2 കൊല്ലക്കാലമായി സരിതയെ അറിയില്ല, കണ്ടിട്ടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി 3 ദിവസങ്ങൾക്ക് മുമ്പ് സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയപ്പോൾ 3 തവണ കണ്ടിട്ടുണ്ട് എന്ന് മൊഴി നൽകി. ഒപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി പദവിയിലിരിക്കുക ഒരു മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യുന്നത് തന്നെ ആദ്യമായി. ആ നാണക്കേടിലാണ് ഇന്ന് കേരളത്തിലെ ജനം. ഒപ്പം നിയമസഭയുടെ അകത്തളങ്ങളിൽ ചെന്ന് കയ്യൊന്നുയർത്തിപ്പിടിച്ച് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയാൻ പോലും ആവതില്ലാത്ത ആര്യാടൻ മുഹമ്മദ് പാതിരയ്ക്ക് സരിതയെ വിളിച്ചതും 40 ലക്ഷം രൂപ വാങ്ങിയത് നമ്മൾ കേട്ടു. ഇതൊക്കെ ഈ തെമ്മാടിത്തരങ്ങൾ 4.5 കൊല്ലക്കാലായിട്ട് കേരളത്തിന് മുന്നിൽ ചെയ്യുമ്പോഴാ അപ്പുറത്ത് കപട ആദർശവാദിയായ ഒരു രക്ഷാമാർച്ച് നടത്തുന്നത് ഒരു സുധീരൻ. ഈ വക തെമ്മാടിത്തരങ്ങൾക്കെതിരെ, അഴിമതികൾക്കെതിരെ ഒരു അക്ഷരമുണ്ടെന്നില്ല മാന്യൻ. വേറൊരു മാന്യനുണ്ട്. വൈകുന്നേരങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് പുലമ്പുന്നൊരുത്തൻ. പാമോയിൽ കേസ് വന്നപ്പോൾ പറഞ്ഞു ഗൂഢാലോചനയുടെ ഫലം. ടൈറ്റാനിയം അഴിമതി വന്നപ്പോൾ പറഞ്ഞു ഗൂഢാലോചനയുടെ ഫലം. പാറ്റൂർ ഭൂമി ഇടപാട് വന്നപ്പോൾ പറഞ്ഞു ഗൂഢാലോചനയുടെ ഫലം. സോളാറും ബാറും വന്നപ്പോൾ പറഞ്ഞു ഗൂഢാലോചനയുടെ ഫലം. അവനവൻ ഉണ്ടായതും ചിലപ്പോൾ ഗൂഢാലോചന ഫലമായിട്ടാവും. നമുക്കറിയില്ല, പരിശോധിക്കണം, നല്ലതാണ്. ഒപ്പൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ആ മുദ്രാവാക്യം മുറുക്കിപ്പിടിച്ച് ഞങ്ങൾക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 87 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. 3 മാസം കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചെങ്കോട് ഏതി CPM എന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ ഈ പുഴുത്തുനാറിയ കഥകളെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ചില ചരിത്രതാളുകൾ പിറകോട്ട് നോക്കുമ്പോൾ അന്നത്തെ ജനം വായിക്കും ഒരു സരിത എന്ന് പറയുന്ന പെണ്ണിന്റെ പാവാട ചരടിൽ തൂങ്ങി മരിച്ച ഒരു ഭരണത്തിന്റെ കഥ. അല്പമെങ്കിലും നാണം അയൽപക്കത്തു കൂടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഒന്ന് രാജിവെച്ച് പുറത്തു പോകും.